നമസ്കാരം. ഇന്ന് ജ്യോതിഷപരമായി നോക്കുകയാണ് എങ്കിൽ അത്ഭുതകരമായ ഒരു ദിവസമാകുന്നു. ഇന്നേ ദിവസം ചില അത്ഭുതകരമായ കാര്യങ്ങൾ പ്രത്യേകിച്ചും ജ്യോതിഷത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. അതേക്കുറിച്ച് ആദ്യം മനസ്സിലാക്കാം. ജൂലൈ 9 ചൊവ്വാഴ്ചയായ ഇന്ന് ചന്ദ്രൻ ചിങ്ങം രാശിയിലേക്ക് നീങ്ങാൻ പോവുകയാണ്. കൂടാതെ ഇന്ന് ആഷാഢമാസത്തിലെ ശുക്ലപക്ഷത്തിലെ ചതുർത്ഥി തിഥി കൂടിയാകുന്നു. അതിനാൽ തന്നെ ചില യോഗങ്ങൾ രൂപാന്തരപ്പെടുന്നു എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. രവിയോഗം, സിദ്ധിയോഗം, സർവാർത്ഥ സിദ്ധിയോഗം, ആയില്യം നക്ഷത്രം എന്നിവയുടെ ശുഭകരമായ സംയോജനവും സംഭവിക്കുന്നതാകുന്നു. ജ്യോതിഷപ്രകാരം അതിനാൽ ഇന്നേ ദിവസം രൂപാന്തരപ്പെടുന്ന ഈ യോഗങ്ങൾ വളരെ അത്ഭുതകരമായ ഫലങ്ങൾ ചില രാശിക്കാരുടെ ജീവിതത്തിൽ നൽകും എന്ന കാര്യം ഓർക്കുക. ഈ രാശിക്കാരുടെ ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും വർദ്ധിക്കുന്നതായ സമയം കൂടിയാണ് എന്ന് മനസ്സിലാക്കാം. ജാതകത്തിൽ ചൊവ്വയുടെ സ്ഥാനം ശക്തിപ്പെടുകയും കൂടാതെ ഹനുമാൻ സ്വാമിയുടെ കടാക്ഷവും നിങ്ങൾക്ക് ലഭിക്കുന്നതായ ദിവസം. അതിനാൽ തന്നെ ഇന്നേ ദിവസം ഏതെല്ലാം രാശിക്കാർക്കാണ് സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നത് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മിഥുനം രാശിയാകുന്നു. ജൂലൈ 9 മിഥുനം രാശിക്കാർക്ക് ഏറെ ഗുണകരമായ ദിവസം തന്നെയാകുന്നു. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലുള്ള ഒരു ദിവസമാണ് എന്ന് നിസ്സംശയം പറയാം. ജോലിയുമായി ബന്ധപ്പെട്ട് യാത്രകൾക്കും സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. അത് അനുകൂലമായി മാറാം. എന്നാൽ യാത്രകളുമായി ബന്ധപ്പെട്ട് അലച്ചിലുകൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ ഇന്നേ ദിവസമുണ്ട്. ഇന്നേ ദിവസം ജോലിയുമായി ബന്ധപ്പെട്ട് പുരോഗതിക്കുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഇന്നേ ദിവസം പിന്തുണ ലഭിക്കുന്നതായ ഒരു ദിവസം തന്നെയാണ് എന്ന് പരാമർശിക്കാം. നിക്ഷേപങ്ങൾക്ക് അനുകൂലമായ ദിവസം കൂടിയാണ് ഇന്ന്. ഇന്നേ ദിവസം നിങ്ങൾക്ക് ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ പ്രയോജനങ്ങൾ ലഭിക്കുന്നതായ ദിവസം കൂടിയാണ്. ബഹുമാനം നിങ്ങൾക്ക് ലഭിക്കും എന്ന കാര്യം ഓർക്കുക. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പുരോഗതി ലഭിക്കുന്നതായ ദിവസമാണ്. ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്ന കാര്യവും ഓർക്കുക. വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതാണ്. വിദ്യാഭ്യാസ രംഗത്ത് അഥവാ വിദ്യയിൽ തടസ്സങ്ങൾ ഒഴിഞ്ഞ് ഉയർച്ച നേടുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. കൂടാതെ അധ്യാപകരുമായി ബന്ധപ്പെട്ട് പിന്തുണ ലഭിക്കുന്നതായ സമയം കൂടിയാണ് എന്ന കാര്യം ഓർക്കുക. പങ്കാളിയുമായി ബന്ധപ്പെട്ട് ചില സന്തോഷകരമായ നിമിഷങ്ങൾ ഇന്നേ ദിവസം വന്നു ചേരുവാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാകുന്നു. ഇന്നേ ദിവസം പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ ദിവസമാണ് എന്ന് നിസ്സംശയം പറയാം. രണ്ടാമത്തെ രാശിയായി പരാമർശിക്കുന്നത് കന്നി രാശിയാകുന്നു. ജൂലൈ 9 അതായത് ഇന്നേ ദിവസം ഇവർക്ക് അനുകൂലമായ ദിവസമാണ് അഥവാ സന്തോഷകരമായ ദിവസമായിരിക്കും എന്ന കാര്യം ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായ നേട്ടങ്ങൾ, ഗുണകരമായ മാറ്റങ്ങൾ കടന്ന് വരുന്നതായ സമയം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. സാമ്പത്തികപരമായ സ്ഥിതി നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും. സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേരുന്നതിനോടൊപ്പം പണം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ലാഭിക്കുവാൻ ഇന്നേ ദിവസം സാധിച്ചു എന്ന് വരാം. വിവാഹിതരായവർക്ക് സന്തോഷകരമായ നിമിഷങ്ങൾ ഇന്നേ ദിവസം പ്രത്യേകിച്ച് ദമ്പതികളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ വന്ന് ചേരുന്നതായ സമയം കൂടിയാകുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഇന്നേ ദിവസം ചില അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. നിങ്ങളുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. പുതിയ ബിസിനസ് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാനോ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുവാനോ സാധിക്കുന്നതായ ചില അവസരങ്ങൾ വന്നു ചേരാം. അത്തരം ചില ചിന്തകൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം ലാഭം നൽകുന്നതായ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കുവാനോ നിക്ഷേപിക്കുവാനോ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം ലഭിക്കേണ്ടതായ ധനം അതിൽ ചിലതെങ്കിലും കൈകളിലേക്ക് വന്നു ചേരുകയോ അല്ലെങ്കിൽ സഹായധനമായി നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ ധനം അല്ലെങ്കിൽ മറ്റു രീതികളിലൂടെ ലഭിക്കേണ്ടതായ ധനം കൈകളിലേക്ക് വന്ന് ചേരാവുന്നതുമാണ്. ഇന്നേ ദിവസം മനസ്സിന് സന്തോഷം പകരുന്നതായ ചില കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. ശുഭവാർത്തകൾ കേൾക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. പുതിയ ചില വസ്തുക്കൾ വാങ്ങുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം.
ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ് സമയം. ഇന്നേ ദിവസം ധനപരമായ ചില നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ശുഭകരമായ വാർത്തകൾ തേടിയെത്താവുന്ന സമയം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഇന്നേ ദിവസം പ്രവർത്തിക്കുവാൻ ശ്രമിക്കുക. വൃശ്ചികം രാശിക്കാർക്ക് ഇന്നേ ദിവസം ജൂലൈ 9 അനുകൂലമായ ദിവസമാകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ഈ സമയം ഇവർക്ക് പലവിധ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ സാധിച്ചു എന്ന് വരാം. ആത്മീയ പ്രവർത്തനങ്ങളിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാകുന്നു. ബിസിനസ് പരമായ ചില കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി തീരും. കൂടാതെ ഈ സമയം പലവിധ സഹായങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സുഹൃത്തുക്കൾ സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ടും പങ്കാളിയുമായി ബന്ധപ്പെട്ടും ചില അനുകൂലമായ കാര്യങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. പല രീതിയിലുള്ള പ്രശ്നങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ ഇന്നേ ദിവസം സാധിച്ചു എന്ന് വരാം. വരുമാനം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും ലാഭങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ചെറിയ ബിസിനസ് ആരംഭിക്കുവാനുള്ള ചില ചിന്തകൾ മനസ്സിലേക്ക് വരികയോ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനോ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം നിങ്ങളുടെ ഇടപെടലാൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാവുകയും മറ്റുള്ളവർക്ക് അത് സഹായകരമായി തീരുകയോ ചെയ്യാവുന്നതാണ്. ബഹുമാനം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. തൊഴിൽപരമായി നിങ്ങൾക്ക് സ്വാധീനം വർദ്ധിക്കുക തന്നെ ചെയ്യും. ഇന്നേ ദിവസം സ്വീകാര്യത ബഹുമാനം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ വന്ന് ചേരാവുന്നതാണ്. പുതിയ സ്ഥാനം പോലും ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ജോലി അന്വേഷിക്കുന്നവർക്ക് ചില ശുഭകരമായ വാർത്തകൾ കേൾക്കുവാൻ സാധിച്ചു എന്ന് വരാം. പൊതുവെ നോക്കുകയാണ് എങ്കിൽ ഇന്നേ ദിവസം ശ്രദ്ധയോടെ മുന്നോട്ട് പോയാൽ കാര്യങ്ങൾ അനുകൂലമായി തീരും. എന്നാൽ അശ്രദ്ധയോടെ കാര്യങ്ങൾ തീരുമാനിച്ചാൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നു ചേരാം. ചെലവിന്റെ കാര്യത്തിൽ ഇന്നേ ദിവസം ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഇന്നേ ദിവസം മുന്നോട്ട് പോവുക. ധനുരാശിക്കാർക്ക് ഇന്നേ ദിവസം ജൂലൈ 9 വളരെ അനുകൂലമായ ദിവസമാകുന്നു. പല രീതിയിലുള്ള ശുഭകരമായ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് വന്ന് ചേർന്നു എന്ന് വരാം. ശുഭകരമായ യോഗങ്ങളുടെ സ്വാധീനം മൂലം ഫലം മൂലം ഇവർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. പ്രത്യേകിച്ചും കഠിനാധ്വാനം ചെയ്യുന്നതിൻ്റെ പൂർണ്ണമായ ഫലം ഇവരുടെ ജീവിതത്തിലേക്ക് ഭാവിയിലാണ് എങ്കിലും വന്നു ചേരും. ഇന്നേ ദിവസവും ഇത്തരത്തിൽ ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. കൂടാതെ ഇന്നേ ദിവസം പുതിയ ജോലി ലഭിക്കാനുള്ള അവസരങ്ങളോ മറ്റ് ഓഫറുകൾ ലഭിക്കാനുള്ള സാധ്യതകളോ കൂടുതലാകുന്നു. കുട്ടികളുമായി ബന്ധപ്പെട്ട് ചില സന്തോഷകരമായ നിമിഷങ്ങൾ ചിലവഴിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. വ്യാപാരികളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. കൂടാതെ ബന്ധുവുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ, സുഹൃത്തുക്കൾ സഹപ്രവർത്തകർ പങ്കാളിയുമായി ബന്ധപ്പെട്ടും ചില അനുകൂലമായ കാര്യങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. കൂടാതെ ഇന്നേ ദിവസം പല കാര്യങ്ങളിലും നിങ്ങളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുവാൻ സാധിച്ചു എന്ന് വരാം. സ്വാധീനം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. കൂടാതെ ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിലുള്ള പല ചില ദുഃഖങ്ങളിലെങ്കിലും പരിഹാരം കണ്ടെത്തുവാനോ എപ്രകാരം മുന്നോട്ട് പോകണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഇന്നേ ദിവസം പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു. പ്രതീക്ഷിക്കാതെ തന്നെ ധനം കൈകളിലേക്ക് വന്നു ചേരാം. പല വഴികളിലൂടെയും ധനം കൈകളിലേക്ക് വന്നു ചേരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ പൊതുവിൽ അനുകൂലമായ സമയമാകുന്നു. എന്നാൽ ഇന്നേ ദിവസം വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അല്പം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകണം എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. പൊതുവിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് ശുഭകരമായ ദിവസമാകുന്നു. സന്തോഷകരമായ നിമിഷങ്ങളും ധനപരമായ ചില നേട്ടങ്ങളും വന്ന് ചേരാവുന്ന അല്ലെങ്കിൽ ഭാവിയിൽ ഗുണകരമായ കാര്യങ്ങൾ വന്ന് ഭവിക്കാവുന്ന ചില കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നതായ ദിവസവുമായി മാറാവുന്നതുമാണ്.